ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. എൻ്റെ സ്വദേശം ട്രിവാൻഡ്രമാണ്. ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഒരു ദുബായ് ബേസ്ഡ് എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ HT കഴിഞ്ഞിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഡോക്ടറെ അടുത്തൊക്കെ ഒന്ന് ബാക്കിയുള്ള ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ് ക്ലിനിക്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് 6th-നും 7th ഗ്രേഡിനും ഇടയ്ക്ക്, എനിക്ക് 7th ഗ്രേഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ബാൾഡ്നസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊരു 35 ഇയേഴ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മുടി അമിതമായിട്ട് പോകാൻ ഞാൻ നോട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല, കാരണം മുടി കുറച്ച് ഉണ്ടല്ലോ എന്ന് കരുതി വീണ്ടും നിന്നു. പക്ഷേ അമിതമായിട്ട് കൊഴിയാൻ തുടങ്ങി. അതൊരു 7th ഗ്രേഡിലോട്ടാവുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വിഗ് ഉപയോഗിച്ചു. ഇടയ്ക്ക് ഒരു 3 കൊല്ലം, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് 3 കൊല്ലത്തിന് മുന്നേ ഞാൻ വിഗ് ഉപയോഗിച്ചു. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ലാസ്റ്റ് ഇയർ August 31-നായിരുന്നു. അപ്പോൾ വിഗ്ഗെല്ലാം ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്കതൊരു അൺകംഫർട്ടായിട്ട് തോന്നുകയും പിന്നെ സ്കിന്നിലൊക്കെ എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ടൊക്കെ തോന്നുകയും ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതും. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമായ ട്രിവാൻഡ്രത്ത് തന്നെ 1-2 ക്ലിനിക്കിലെല്ലാം നേരിട്ട് പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അവരുടെ റിസൾട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനത് വീണ്ടും വേറെ ക്ലിനിക്ക് ഉണ്ടോ എന്നിങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. സാറ് ഏത് ക്ലിനിക്കിൽ വേണോ ചെയ്തോ, പക്ഷേ ആ ക്ലിനിക്കിൻ്റെ എക്സ്പീരിയൻസും ആ ക്ലിനിക്കിൻ്റെ റിസൾട്ടും നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ലാ ഡെൻസിറ്റി സെക്കൻഡ് ഓപ്ഷൻ എനിക്കില്ല. ലാ ഡെൻസിറ്റിയെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ലാ ഡെൻസിറ്റിയിൽ ശ്രീജിത്തിനെ വിളിച്ചു. ശ്രീജിത്ത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വളരെ നല്ല ഗൈഡൻസ് എനിക്ക് തരികയും എനിക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരികയും ചെയ്തു. ഞാൻ ആ ഡേറ്റ് അനുസരിച്ച് ഞാൻ ലാ ഡെൻസിറ്റിയിൽ വന്നു. പക്ഷേ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം, എനിക്ക് അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അന്നത്തെ ദിവസം എനിക്ക് BP വളരെ ഹൈ ആയി. മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ BP റെഗുലർ ആവാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു, നമ്മുടെ ലൈഫാണ് വലുത്, നമുക്ക് മുടി വീണ്ടും നമുക്ക് ഡോണർ ഏരിയ അത്ര വലിയ വീക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് BP എല്ലാം നോർമലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും പോയി. നാട്ടിൽ പോയി ഞാനൊരു ഡോക്ടറെ കണ്ടു. എനിക്ക് ഇവിടുത്തെ ഡോക്ടർ ഒരു ലെറ്റർ തന്നു വിട്ടു. അതിൻ്റെ ബേസിൽ ഞാൻ നാട്ടിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ BP നോർമൽ ആവാനുള്ള മെഡിസിൻ ചെയ്തു. എനിക്ക് ഓൾറെഡി തന്നെ ഞാൻ BP പേഷ്യൻ്റ് ആയിരുന്നു. എനിക്കറിയില്ല, അന്ന് വന്നപ്പോഴത്തേക്ക് ഹൈ BP ആയി പോയതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നാട്ടിൽ പോയി ആ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഞാൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ഡയറ്റും എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ August 31 ഞാൻ ലാ ഡെൻസിറ്റിയിൽ വരികയും എനിക്ക് ട്രാൻസ്പ്ലാന്റിങ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാനൊരു 7th ഗ്രേഡ് ആയിരുന്നതുകൊണ്ട് എൻ്റെ ഡോണർ ഏരിയ അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ഏരിയ മാത്രമേ ചെയ്യാൻ അന്ന് പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ഉള്ള സെക്കൻഡ് സിറ്റിങ്ങിൽ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ബേസിസിലാണ് ഞാൻ അന്ന് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ ചെയ്തത് തന്നെ ഏകദേശം 2900 ഗ്രാഫ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് 2900 ഗ്രാഫ്റ്റിൽ ഇപ്പോൾ കാണുന്നവരെല്ലാം പറയുന്നത് 2900 അല്ല, ഏകദേശം 4000 ആണെന്നാണ് പറയുന്നത്. 4000 കൂടുതൽ തോന്നിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം ഇവിടുത്തെ സ്റ്റാഫും ബാക്കി എനിക്ക് കിട്ടിയ സപ്പോർട്ട്, കാരണം ഇതിൽ ഫോളോ അപ്പ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഈ ക്ലിനിക്കിൽ നിന്ന് ഞാൻ HT കഴിഞ്ഞിട്ട് എന്നെ ഓരോ ആഴ്ചയും ശ്രീത് ഭായും ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിച്ച് ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയും, ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം എനിക്ക് വാട്സപ്പിൽ കിട്ടിയത് ലാ ഡെൻസിറ്റി എന്നുള്ളൊരു ഗുഡ് മോർണിംഗ് മെസ്സേജാണ് എനിക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ അത്രമാത്രം ഫോളോ അപ്പ് അവർ ചെയ്യുന്നുണ്ട്, അത്രമാത്രം കെയറിങ് ആണ് അവർ തരുന്നത്. അവർ ചെയ്ത് 90% അവർ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ബാക്കി 10% നമ്മളുടെ ഒരു കെയറിങ് കൂടെ ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു കഷണ്ടി ഉണ്ട് എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കഷണ്ടിക്ക് മരുന്നുണ്ട്, ഇവിടെ ലാ ഡെൻസിറ്റിയിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ഉള്ള കാരണം ഈ ലാ ഡെൻസിറ്റി ഒന്നുകൊണ്ട് തന്നെയാണ്. താങ്ക്സ് ഫോർ ലാ ഡെൻസിറ്റി. വൺസ് അഗെയിൻ താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.